കമൽ സാറേ, വാതോരാതെ സംസാരിക്കുന്ന ആളല്ലായിരുന്നോ? എന്താ പെട്ടെന്ന് മൗനം പാലിച്ചത്? വിട്ടുകള സാറേ, രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത പണവും കടലിലൊഴുക്കിയ അസ്ഥിയും ഒരുപോലെ തന്നെ തിരിച്ച് കിട്ടത്തേയില്ല. നിങ്ങളുടെ സ്വത്തിന് 7 തലമുറയ്ക്ക് കബളിപ്പിക്കപ്പെടാം. ഈ നക്കാപ്പിച്ച കാശിന് ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? വിട്ടേര് കമൽ സാറേ. അത് ഡബ് ഇവാൾ ഒസ്തുതി റേപ്പ് വെളി പോത്തുന്തി എന്ന് വെച്ചാ കാശ് ഇന്ന് വരും നാളെ പോകുന്നുള്ള സത്യം ഞാൻ തെലുങ്കിൽ പറഞ്ഞതാ. അതെന്തിനാ തെലുങ്കിൽ പറയുന്നത്? മലയാളത്തിൽ എല്ലാവരും പറയുന്നല്ലേ കമലെ. അതെ, പിന്നെ കമലിന്റെ ആളുടെ പേരെന്താ? ശ്രീദേവി. കൊള്ളാലോ, കമല് ശ്രീദേവി, കൊള്ളാവല്ലോ, അടിപൊളി കോമ്പിനേഷൻ. അത് സത്യ. ആ കോമ്പിനേഷൻ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഗെറ്റപ്പില് അവളുടെ വീട്ടിലേക്ക് പോയി. ഒരു കാര്യം പറയട്ടെ കമലെ, ഇപ്പൊ ഒരു ചെറിയ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കും, അതിലൊരു മുഖം കാണും, അതല്ലേ നിങ്ങളുടെ ശ്രീദേവി, കറക്റ്റ് അല്ലേ? അല്ല രജനി, അത് ഞാൻ തന്നെയാ. ഇത് വലിയ ഡിസ്റ്റാണല്ലോ. സിനിമയിലാണെങ്കിൽ നായികയുടെ മുഖം വെള്ളത്തിൽ കാണിക്കുക. അതെല്ലാം പഴയ ട്രെൻഡാ രജനി. കാണാൻ നല്ല രസമുണ്ടല്ലേടി. നോക്ക്, അവന്റെ ഡ്രസ് കണ്ടില്ലേടി? സംശയിക്കണ്ട, ഇവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവൻ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ബെറ്റ് വെക്കുന്നു? അതെ അതെ അതെ, ആരാ ആരാ? നമസ്കാരം ഡോക്ടറെ. അമ്മ, ഗ്യാസ് വന്നിട്ടുണ്ട്. ഗ്യാസോ? ദൈവമേ, ഈ ഗെറ്റപ്പെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. കണ്ടതിലും വളരെ സ്മാർട്ട് ആയിട്ടുണ്ടെന്ന്. ഇയാള് റെഡിയാണ്. ഞാൻ പ്രേമിച്ചേനെ. എന്താ ഞാൻ പ്രേമിച്ച എന്താ കുഴപ്പം? മനസ്സിലാരാണാവോ? ആ, കാണാം കാണാം. അവൻ നിന്നെ പ്രേമിച്ച ഞാൻ എന്താ നോക്കി നിൽക്കൂ? നിന്നെ പ്രേമിച്ച് ഞാൻ നോക്കി നിൽക്കൂ? പിന്നേടി ആളെ അയച്ച് മനുഷ്യരെ കളിയാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഞാൻ എന്താ ചോദിച്ചത്, എന്താ ചെയ്യുന്നത്? ഡോക്ടർ സാറേ, ഗുഡ് മോർണിംഗ്. അതെ, ഈ പോകുന്ന ആളാരാ? അറിയില്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാ. നീ കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ടി വി ഒക്കെ കാണണ്ടേ? ഓ, അങ്ങനാണോ? അമ്മേ, കൊറിയർ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. ഒന്ന് നിർത്ത് കമലെ. ഈ പ്രേമിക്കുന്നവരൊക്കെ എന്തിനാ ആഗ്രഹമുള്ള താജ്മഹൽ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കുന്നത്? കേരളത്തിൽ പ്രേമത്തിന് ചിഹ്നമൊന്നും ഇല്ലേ? വല്ല അയ്യപ്പന്റെയോ ആദിശങ്കറിന്റെ പ്രതിമ വാങ്ങി കൊടുക്ക്. അവർക്ക് വേണ്ടി അമ്പലം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് അവരൊക്കെ എപ്പോഴാ പ്രേമിച്ചത്? അയ്യോ, കണ്ടില്ലേ? അവന്റെ കയ്യിലിരിക്കുന്ന താജ്മഹലും സ്റ്റൈലും കണ്ട സൽമാൻ ഖാനെ പോലെയുണ്ട്. അല്ലടി, ഷാരൂഖ് ഖാനെ പോലെ. ദേഷ്യപ്പെടുമ്പോഴും ആളെന്ത് സുന്ദരനാണെന്ന് കണ്ടില്ലേ? അല്ല ഡോക്ടറോ, എപ്പോഴാ അമേരിക്കക്ക് പോന്നേ? ജോലി ചെയ് ചേച്ചി. വാച്ച്മാൻ, എന്തിനാ ഈ സെയിൽസ്മാൻമാരെ ഞാൻ വിചാരിച്ചു. എന്നെ കണ്ട പാവയ്ക്കുന്നതിനെ പോലെയാ. അവൾക്കും എന്നെ കണ്ടറിയില്ല, ആന്റിക്കും അറിയില്ലല്ലേ? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. വാ, ആർക്കാ ഇത്? ആന്റിക്കും അങ്കിളിനുമാ. നല്ല കാര്യമായി പോയി കമലെ, താജ്മഹൽ തന്നെ വാങ്ങിക്കൊടുത്തത്. അതിന് ഓരോ വല്ല മുല്ലപ്പൂവോ അലുവായോ വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അത്രേ ഉള്ളൂ. എന്തായനെ? നിന്റെ അമ്മായിമ്മക്ക് ഗർഭമായനെ. അല്ല, അത് നിന്റെ അമ്മാവന് മൂഡ് മാറിയെന്ന് പറയുമായിരുന്നേ. അല്ല, പിന്നെന്താ ഉണ്ടായത്? നാട്ടിൽ നിന്നൊരു ബന്ധുക്കാരൻ വന്നു, വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ചു, ഇനി 3 മാസത്തിൽ വീട് ഇടിക്കുമെന്നും പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നപ്പോൾ ആന്റിക്ക് തിരുവനന്തപുരത്ത് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്, ആന്റിയെ പോയി കാണാൻ പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി. നിനക്ക് മാത്രല്ല കണ്ണ, അത് ഞാനും ജനിച്ചു വളർന്ന വീടാ. ഇത്രയും നാളും എന്തോ പറയാതിരുന്നേ? അല്ല ആന്റി, മുത്തശ്ശൻ റെയിൽവേ മിനിസ്റ്ററുടെ ഫാമിലി ഡോക്ടറാ ഞാൻ അദ്ദേഹത്തെ കാണാം, വീടിനെ പറ്റി സംസാരിക്കാം. ആന്റി, നാട്ടിലുള്ള സ്വത്തുക്കളെല്ലാം നമുക്ക് നഷ്ടമായി. ഇപ്പൊ ആകെയുള്ളത് ആ വീട് മാത്രമാണ്. അതും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടയാളമില്ലാതെ പോകും ആന്റി. കണ്ണ, ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ മിനിസ്റ്ററോട് സംസാരിക്കാന്ന്. ധൈര്യമായിട്ടിരിക്കേ. താങ്ക്സ് ആന്റി. എന്താടി, റെഡിയാണോ? വാച്ച്മാനോട് ഓട്ടോ വിളിക്കാൻ പറയാം. എന്താ ആന്റി ഓട്ടോയിൽ പോകുന്നേ? നമ്മുടെ വീട്ടിൽ കാറില്ലേ? അങ്കിളെ സുഖമാണോ? സമയമായി, വാ. കാറുണ്ട് ഇവിടെ, പക്ഷെ ഡ്രൈവറെ കിട്ടാനാ വളരെ ബുദ്ധിമുട്ട്. അതൊന്നും വേണ്ട ആന്റി, എന്തിനാ ഡ്രൈവർ? ഞാനല്ലേ ഉള്ളത്. വാ ആന്റി, കാറിന്റെ താക്കോലെവിടെ? കാറിനകത്തോട്ട്. എന്നാ പുറപ്പെടാം. എന്തിനാടി ഒരു ആവശ്യമില്ലാതെ ഇവനെയൊക്കെ വീടിനകത്ത് കയറ്റുന്നത്? ഇത്രയും നാളും ഡ്രൈവറെ തപ്പി നടക്കുകയല്ലായിരുന്നോ? എന്നിട്ട് കിട്ടിയോ?
ദേ ഇപ്പൊ കിട്ടിയല്ലോ, വരാൻ നോക്ക്. അല്ല കമലെ, ഇത്ര അവകാശത്തോടെ ചോദിക്കുന്നല്ലോ. കാർ ഓടിക്കാനാണോ അതോ നിന്റെ മുറപ്പണിനെ ഓടിക്കാനാണോ? രജനി, അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. ലവറിന്റെ വീട്ടിൽ തന്നെ കിടക്കാൻ സ്ഥലം കിട്ടിയല്ലോ. അതിനുശേഷം പ്രേമത്തെ അങ്ങ് പഴിപ്പിച്ചെടുത്തു. ശ്രീ, മീനെ കിട്ടിയില്ലേ? ഞാൻ വേണേ പിടിച്ചു തരട്ടെ? അവളൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ നീ മീൻ മാത്രം ആണോടാ പിടിച്ചു കൊടുക്കുക? കണ്ണാ, ഞങ്ങൾക്ക് അർജന്റായിട്ട് സെമിനാറിന് പോണം. ശ്രീ കോളേജിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ലല്ലോ. വാ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ആൻഡ്രിയെ പെട്ടെന്ന് കിട്ടും, അനുഷ്കയെ പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇതിനെ കിട്ടാൻ വളരെ പ്രയാസമാണല്ലോ. അമ്മായിയുടെ പെണ്ണായോണ്ടായിരിക്കും കുറച്ച് ജാട കാണിക്കുന്നത്. അതുകൊണ്ടാ രജനി, ആർക്കും അറിയാൻ പാടില്ലെന്ന് കരുതി മാറ്റിവെച്ചൊരു കാര്യം എനിക്ക് പുറത്തെടുക്കേണ്ട അവസ്ഥ വന്നത്. അവൾക്ക് ചെറുപ്പം തൊട്ട് ക്യാരറ്റ് ഇട്ട് ഉണ്ണിയപ്പം വളരെ ഇഷ്ടമാണ്. അതെൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ശ്രീ, നിനക്കിഷ്ടപ്പെട്ട ക്യാരറ്റ് ഉണ്ണിയപ്പം ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത പിസ്സ. എന്തായത്? നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്നോ? ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആ കമലേ. നമ്മൾ ആ പഴയതോർത്ത് വിഷമിക്കുന്നത്. പക്ഷെ ഇവളുമാരോ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഇവളൊക്കെ തിന്നാൻ വേണ്ടി തിന്നുന്നതല്ല, പത്രാസിന് വേണ്ടി വാങ്ങിക്കുന്ന. അയ്യോ രജനി, എന്റെ ശ്രീ അങ്ങനെയല്ല. ആദ്യം ഞാനും അവളെ തെറ്റിദ്ധരിച്ച് അവളെ തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസം അവൾ വന്നു. നിങ്ങൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? എന്നോടോ? ആ, നിങ്ങളോട് തന്നെ. എന്നോടൊക്കെ സംസാരിക്കോ? എനിക്ക് കരച്ചില് വരുവാ. എന്താ? പുറത്തുള്ള ചില റൗഡികള് കോളേജിനകത്ത് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങളുടെ അധ്യാപകനോട് പോയി പറയാമല്ലേ? അധ്യാപകനല്ല, പ്രിൻസിപ്പൽ. നിങ്ങളെ പോലെ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഏതോ ഒരു പാൽ അവനോട് പോയി പറയും. അയ്യോ, അവർക്കെല്ലാം പേടിയാ. പോലീസ് കേസാണോ? എനിക്ക് പരിചയമുള്ള ഒരു ലേഡി എസ് ഉണ്ട്, അവരോട് പറയട്ടെ? അതൊന്നും വേണ്ടാന്നേ, കണ്ണൻ തന്നെ വന്ന് ചോദിക്കണം. ഞാനെന്തിനു വരണം? എനിക്കായിട്ട് കണ്ണേട്ടൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കാനാ? അതാ ഞാൻ ചോദിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാനെന്തിനു വരണം? അപ്പൊ എനിക്ക് കുഞ്ഞുനാളിൽ ഉണ്ണിയപ്പം ചുട്ടുന്നത് മറന്നോ? അതറിയാത്ത പ്രായം. അപ്പൂപ്പന്താടി പറിച്ചെന്നതോ? മനസ്സിലാകാത്ത പ്രായം. അപ്പൊ അക്കുത്തിക്ക് ഒരുമിച്ച് കളിച്ചത്? അറിവുള്ള ആരെങ്കിലും ഇതൊക്കെ ചെയ്യുവോന്നേ? എല്ലാം ഓരോ മണ്ടത്തരങ്ങള്. അയ്യോ, അതൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു. അതെ. കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ണെടുക്കത്ത് നോക്കിക്കൊണ്ടേയിരുന്നത്, പല പല ഡ്രസ്സുകൾ മാറ്റിയിട്ട് എന്നെ മോഹിപ്പിക്കാൻ ശ്രമിച്ചത് മറന്നോ? വീടിനുള്ളിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്റെ പുറകെ നടന്നതൊക്കെ മറന്നു. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ അറിയാത്ത പോലെ അഭിനയിച്ചത്? ഇനി നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. അതെ, നിങ്ങളുടെ കൂടെ ഞാനല്ലാതെ മറ്റാരിങ്ങനെയൊക്കെ കളിക്കാനാ കണ്ണേട്ടാ? ഏട്ടനെന്നാണോ വിളിച്ചേ? അയ്യോ, നീ സത്യമായിട്ട് പറയണോന്നേ? എടാ കമല, ഉറങ്ങണോ നീ? നീ വെറുതെ പറയല്ലോ. കണ്ണേട്ടാ, ഏട്ടനെന്നോ? കൊള്ളാം. ആ കണ്ണേട്ടാ. നീ നാളെ രാവിലെ കോളേജിലേക്ക് പോയിക്കോ. നാളെ രാവിലെ ഞാൻ ഒരു കളി കളിക്കാം. അങ്ങനെ തന്നെ, അങ്ങനെ കാണിക്കടാ. അവരാണ് കണ്ണേട്ടാ. എന്താടാ? പറയുന്ന പോലെ ചെയ്യണം. അങ്ങനെ എന്താ വിചാരിച്ചത്? വടാ 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 മോനെ, തല്ല് രണ്ട് വാങ്ങിക്കോ. അച്ചവിക്കല് നോക്കി രണ്ടെണ്ണം കിട്ടുമ്പോ ശരിയാകും.
നിന്റെ ഈ ജാടയൊന്നും ഞങ്ങളോട് വേണ്ടടാ. ഡടി കിട്ടുമ്പോ അയ്യോ അയ്യോ എന്ന് കരയല്ലേ. കയ്യും കാലും ഒടിഞ്ഞാലോ ഡിങ്ക് നങ്ങള് ഡങ്കയും. ഏയ് ആരാടാ നീ? വാടാ ഞാൻ ചവിട്ടില്ലടാ. എടാ എന്താ ഇത്? കമ്പ്യൂട്ടർ ബുക്ക് പഠിക്കുക. അടിച്ചു നിന്നെ. വേണ്ട സാറേ, പഠിക്കുന്ന പയ്യനെ തല്ലോന്ന് പ്രിൻസിപ്പാളോട് പോയി പറയും. കോളേജിൽ പഠിക്കുന്ന പയ്യനാണോ നീ? എന്തിനാ സാറേ ഇനി നിന്നെ ഇവിടെ കണ്ട അടിച്ച് കൈയും കാലും ഒടിക്കും ഞാൻ. പോടാ പോടാ.